ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഡോസ് കമാൻഡ്സ് റൺ ചെയ്യുകയാണ്. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, CMD എന്ന് അടിക്കുക, ഓപ്പൺ ചെയ്യുക. ഇതാണ് കമാൻഡ് പ്രോംപ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാനായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ. ഡേറ്റ് കാണിക്കാൻ ഡേറ്റ് എന്ന് അടിച്ചാൽ മതി. ഇപ്പോഴത്തെ ഡേറ്റ് കാണിക്കും. വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. കമ്പ്യൂട്ടറിലെ ഡേറ്റ് ആണ് കാണിക്കുന്നത്, കമ്പ്യൂട്ടറിലെ ടൈം. ഇപ്പോഴത്തെ ഡേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആ ഫോർമാറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ കറണ്ട് ടൈം. ടൈം ഡിസ്പ്ലേ ചെയ്യാനാണ്, ടൈം എന്ന് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ ടൈം കാണിക്കും. പുതിയ ടൈം വേണമെങ്കിൽ ഇവിടെ ആ ഫോർമാറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ദ ഫയൽസ് ഇൻ ദ കറണ്ട് ഡയറക്ടറി. ഇപ്പോഴത്തെ ഡയറക്ടറിയിലെ ഫയൽസ് എല്ലാം ഇവിടെ നിന്ന് എന്തൊക്കെ ഫയൽസ് ഉണ്ട് എന്ന് വ്യൂ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് dir ആണ് അതിൻ്റെ കോഡ്. ഇത്രയാണ് അതിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഫയൽസ് വിഡ്ത്ത് വൈസ്. ഇത് തന്നെ വിഡ്ത്ത് വൈസിൽ അറേഞ്ച് ചെയ്യാൻ, നേരെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ dir സ്പേസ് /w വിഡ്ത്ത് വൈസ് ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് വൈസ് ആയിട്ട് കാണിക്കാനാണ്. ലിസ്റ്റ് ദ ഫയൽസ് ഇൻ പേജ് വൈസ്. അതിന് dir സ്പേസ് /p പേജ് വൈസ് ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ദ സ്ക്രീൻ ആണ്. ക്ലിയർ ചെയ്യാൻ CLS എന്നാണ് കോഡ്. എൻ്റർ ചെയ്ത് ഇതുവരെ ടൈപ്പ് ചെയ്താൽ മൊത്തം പോകും. അടുത്ത ക്വസ്റ്റ്യൻ ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി വിത്ത് യുവർ നെയിം ഇൻ ഡ്രൈവ് D. ഡ്രൈവ് D ഡ്രൈവിൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാനാണ്. ഇതിൻ്റെ അകത്ത് D ഡ്രൈവ് ഇല്ല, C ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ D ഡ്രൈവ് ഉണ്ടെങ്കിൽ D ഡ്രൈവിലോട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ ആദ്യം D 2 ഡോട്ട് അടിക്കുക. ഡിവൈസ് നോട്ട് റെഡി എന്ന് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ D ഇല്ലാത്തതുകൊണ്ട് Cയിൽ തന്നെയാണ് കാണിക്കുന്നത്. Cയിൽ തന്നെ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡെസ്ക്ടോപ്പിലോട്ട് വരണം. CD ഡെസ്ക്ടോപ്പ് mkdir അല്ലെങ്കിൽ md നെയിം, ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ച് ടു ദ ന്യൂ ഡയറക്ടറി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ CD, ചേഞ്ച് ഡയറക്ടറി CD, മേക്ക് ഡയറക്ടറി MD. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. MD അല്ലെങ്കിൽ mkdir മേക്ക് ഡയറക്ടറി ആണ്. റിമൂവ് ഡയറക്ടറി ആണെങ്കിൽ RD അല്ലെങ്കിൽ RMDIR. ഇതിൻ്റെ ഇപ്പോൾ CD അടിച്ച് അതിൻ്റെ അകത്ത് കയറാൻ CD നെയിം എന്ന് കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് എ ഫയൽ കോൾഡ് അഡ്രസ് കണ്ടെയ്നിങ് യുവർ ഹോം അഡ്രസ്. ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കോപ്പിക്കോൺ അഡ്രസ്
എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുക. ഹോം അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞതാണ്. ചുമ്മാ ഞാൻ സാമ്പിളായിട്ട് ദിസ് ഈസ് മൈ അഡ്രസ്സ് എന്ന് കൊടുക്കുക. കൺട്രോൾ സെറ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ. പിന്നെ ലിസ്റ്റ് യുവർ ഡയറക്ടറി. ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് dir തന്നെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ. ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ നെയിമിൻ്റെ അകത്ത് നോക്കിയാലും അഡ്രസ്സ് പറഞ്ഞിട്ട് ഒരു അതുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ദിസ് ഈസ് മൈ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് അനദർ ഫയൽ കോൾഡ് sample.txt in your directory. sample.txt എന്നും പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അത് ഇതുപോലെ തന്നെ കോപ്പിക്കോൺ sample.txt എൻ്റർ കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫയൽസ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് ഈ സെയിം തന്നെ dir എന്നുള്ളതാണ് ഫയൽസ്. ഫോൾഡേഴ്സും ഫയൽസും എന്ന് വെച്ചാൽ ഡയറക്ടറീസും ഫയൽസും എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ലിസ്റ്റ് ചെയ്യാൻ dir കോമൺ കമാൻഡാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തും വേണമെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ രണ്ടെണ്ണം ഉണ്ട്. സാമ്പിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റും വന്നിട്ടുണ്ട്, അഡ്രസ്സ് എന്ന് പറഞ്ഞ ഫയലും വന്നിട്ടുണ്ട്. ഇനി വ്യൂ ദ കണ്ടന്റ് ഓഫ് ഫയൽ അഡ്രസ്. 14ാമത്തെ ക്വസ്റ്റ്യനായിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വ്യൂ ചെയ്യാനുള്ള കമാൻഡ് ടൈപ്പ് എന്നാണ്. ടൈപ്പ് സ്പേസ് എന്തിൻ്റെ അകത്താണോ കാണുന്നത് അതിൻ്റെ പേര് കൊടുക്കുക, ടൈപ്പ് അഡ്രസ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഇവിടെ ഡിസ്പ്ലേ ആവും. നമ്മൾക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ അകത്ത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പി ദ ഫയൽ അഡ്രസ് ടു മൈ അഡ്രസ്. അപ്പം നമ്മൾ മൈ അഡ്രസ് എന്ന് പറഞ്ഞ അഡ്രസ്സിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണോ അത് മൈ അഡ്രസ് എന്ന് പറഞ്ഞ പുതിയൊരു ഫയലിലോട്ട് കോപ്പി ചെയ്യാനാണ്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ ആ കണ്ടന്റ് മൊത്തം കോപ്പി ആവും, അല്ലെങ്കിൽ ഒരു ഫയൽ ഇല്ലെങ്കിൽ അത് വേണം പുതിയത് ക്രിയേറ്റ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ആവും. ഇതിലിപ്പോൾ കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കോപ്പി കമാൻഡ് തന്നെയാണ്, കോപ്പി സ്പേസ് DDRESS ടു മൈ ADDRESS. കോപ്പി ഇടുന്ന മെസ്സേജ് വന്നു, എടുത്ത് നോക്കിയാൽ കണ്ടോ പുതിയൊരെണ്ണം വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ സെയിം കണ്ടന്റ് തന്നെ ആയിരിക്കും അതിൻ്റെ അകത്ത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫയൽസ് ഫോൾഡേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ സെയിം തന്നെ. ഫിഫ്റ്റീൻത്ത് അല്ലേ, കോപ്പി ദ ഫയൽ ടു മൈ അഡ്രസ്, ക്രിയേറ്റ് എ ഡയറക്ടറി കോൾഡ് സബ്ജക്റ്റ് ഇൻ യുവർ ഡയറക്ടറി. അതായിരുന്നു ഫസ്റ്റ്. അപ്പോൾ 16th ആയിട്ട് ഡയറക്ടറി ഉണ്ടാക്കാനാണ്, എന്ന് വെച്ചാൽ ഫോൾഡർ ഉണ്ടാക്കാനാണ് പറഞ്ഞാണ്. അതിന് വേണ്ടിയിട്ട് ഫോൾഡർ ഉണ്ടാക്കാനുള്ള അതെന്ന് വെച്ചാൽ mkdir അല്ലെങ്കിൽ md ഇൻ യുവർ ഡയറക്ടറി. നെയിം എന്ന് പറഞ്ഞ ഡയറക്ടറിക്ക് അകത്താണ് ചെയ്യേണ്ടത്. mkdir സബ്ജക്റ്റ്. ഓക്കെ. റീനെയിം ദ ഫയൽ മൈ അഡ്രസ് ടു കോണ്ടാക്ട്. അതിന് മുമ്പ് വേണമെങ്കിൽ നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ഉണ്ടാവും, കണ്ടോ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് നേരത്തെ ചെയ്തത്. റീനെയിം ദ ഫയൽ മൈ അഡ്രസ് ടു കോണ്ടാക്ട്. റീനെയിം ചെയ്യാനായിട്ട് REN സ്പേസ് മൈ അഡ്രസ് DDRESS സ്പേസ് കോണ്ടാക്ട് CONTACT എൻ്റർ കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ
മൈ അഡ്രസ് എന്നുള്ള കോണ്ടാക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടന്റിനൊന്നും ചേഞ്ച് വരാതെ തന്നെ പേര് മാറിയിട്ടുണ്ട്. കണ്ടോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫയൽസ്. അത് നേരത്തെ പോലെ തന്നെ DIR കൊടുത്ത ലിസ്റ്റ് ചെയ്യും. ഇനി ചേഞ്ച് ടു റൂട്ട് ഡയറക്ടറി. റൂട്ട് ഡയറക്ടറിയിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഡയറക്ടറി, എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. CD സ്പേസ് ഒരു ചരിഞ്ഞ വര, അത് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ ഡയറക്ടറിയിലോട്ട് പോകും, സിയിലോട്ട് പോകും. കണ്ടോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചേഞ്ച് ടു യുവർ ഓൺ ഡയറക്ടറി വിത്ത് സിംഗിൾ കമാൻഡ്. ഒരേ ഒറ്റ കമാൻഡ് കൊണ്ട് തന്നെ നിന്റെ ഡയറക്ടറിയിലോട്ട് തന്നെ പോകാൻ. എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറി നെയിം എന്നാണ്. അപ്പോൾ CD സ്പേസ് ഇതിൻ്റെ പാത്ത് കൊടുക്കുക. ഇതിവിടെ മുകളിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മളിത് ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? അതിൻ്റെ പാത്ത് വരും. ഇത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. CD എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് തന്നെ ആ ഒരു കമാൻഡിന് പ്രോംപ്റ്റിൽ റൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ആ നെയിമിൻ്റെ ആ ലൊക്കേഷനിലെത്തി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21ാമത്തെ, ഡിലീറ്റ് ദ ഫയൽ sample.txt. sample.txt എന്ന് പറഞ്ഞ ഫയൽ ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കണ്ടോ? അത് ഡിലീറ്റ് ചെയ്യാൻ DL എന്ന് പറഞ്ഞ കമാൻഡ് sample.txt എന്ന് കൊടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടോ? പോയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലിയർ ദ സ്ക്രീൻ. ക്ലിയർ ദ സ്ക്രീൻ CLS. 23ാമത്തെ, ക്രിയേറ്റ് എ സബ് ഡയറക്ടറി കോൾഡ് ജാൻ ഇൻ യുവർ ഡയറക്ടറി. എന്ന് വെച്ചാൽ ഈ ഫോൾഡറിൻ്റെ അകത്ത് വേറൊരു ഫോൾഡർ, നമ്മുടെ ഫോൾഡറിൻ്റെ അകത്ത് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറയണേ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോൾഡറിൻ്റെ അകത്ത് വെക്കണേ, അതുകൊണ്ട് MKDIR അല്ലെങ്കിൽ MD സ്പേസ് ജാൻ എന്ന് കൊടുത്താൽ മതി. ജാൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാകുന്ന നമുക്ക് വേണമെങ്കിൽ ചെന്ന് ചെക്ക് ചെയ്യാം. ജാൻ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇൻ ജാൻ ഡയറക്ടറി ക്രിയേറ്റ് ടു സബ് ഡയറക്ടറീസ് കോൾഡ് ഫെബ്രുവരി ആൻഡ് മാർച്ച്. FEB ആൻഡ് മാർച്ച് എന്നാണ്. അപ്പോൾ ജാനുവരിക്കകത്ത് കയറിയിട്ട് 2 ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ CD ജാൻ MD അല്ലെങ്കിൽ MKDIR ഫെബ് സ്പേസ് ഫെബ് എൻ്റർ MD മാർച്ച്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ജാനുവരിക്കകത്ത് 2 ഫോൾഡറുകൾ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ടു ഫെബ്രുവരി ഡയറക്ടറി. ഫെബ്രുവരി ഡയറക്ടറിയിലോട്ട് മാറ്റാൻ CD ഫെബ്രുവരി ഡയറക്ടറിയിലോട്ട് കയറി. ഫെബ്രുവരിക്കകത്ത് കയറിയിട്ട് ക്രിയേറ്റ് 3 ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ലെറ്റർ sample.txt sample1.txt യൂസിങ് copycon കമാൻഡ്. copycon എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് ലെറ്റർ എന്ന് പറഞ്ഞൊരു ഫയൽ, sample.txt എന്ന് പറഞ്ഞൊരു ഫയൽ, sample1.txt എന്ന് പറഞ്ഞൊരു ഫയൽ, അതിനെ copycon തന്നെ കൊടുക്കുക. കോപ്പി സ്പേസ് കോൺ ലെറ്റർ LETTER. Ctrl Z കൊടുക്കുക, എൻ്റർ കൊടുക്കുക. കണ്ടന്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl Z. copycon സ്പേസ് sample.txt എന്ന് കൊടുക്കുക. Ctrl Z, എൻ്റർ. copycon
sample1.txt enter control z ആണ് control z. അപ്പം 3 എണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഫെബ്രുവരിക്കകത്ത് കയറി നോക്കിയാൽ ലെറ്റർ sample1. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഫയൽസ് വിത്ത് എക്സ്റ്റൻഷൻ .txt വെച്ചുള്ളത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കമാൻഡ് dir കൊടുത്താൽ എല്ലാം കാണിക്കും. കണ്ടോ, ലെറ്റർ സഹിതം dir സ്പേസ് star.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ. .txt ഉള്ളത് മാത്രം ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ കാണിച്ചു തന്നു. കോപ്പി ദ ഫയൽ ലെറ്റർ ടു ജാൻ. ലെറ്റർ എന്ന് പറഞ്ഞ ഫയല് ഇപ്പോൾ ഫെബ്രുവരിയിലാണ് കിടക്കുന്നത്. ഫെബ്രുവരിയിൽ കിടക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞ ഫയല് ജാനുവരിയുടെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കോപ്പി സ്പേസ് ലെറ്റർ, ഏത് ഫയലാണോ കോപ്പി ചെയ്യേണ്ടത് ലെറ്റർ സ്പേസ് ജാനുവരിയിലോട്ടാണ്, ജാനുവരിയുടെ പാത്ത് കോപ്പി ചെയ്യുക. പാത്ത് ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കോപ്പി ചെയ്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജാനുവരിക്കകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, പാത്ത് കിട്ടും. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ജാനുവരിക്കകത്തോട്ട് കോപ്പി ആവും. ജാനുവരിക്കകത്ത് കോപ്പി ആവും. ഓപ്പൺ ചെയ്താൽ കണ്ടോ ലെറ്റർ വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോപ്പി ദ ഫയൽ സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ എസ് ടു മാർച്ച് ഡയറക്ടറി. എസ് കൊണ്ട് തുടങ്ങുന്ന ഫയൽസ് മാത്രം മാർച്ച് ഡയറക്ടറിയിലോട്ട് കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിക്കകത്താണ് നിൽക്കുന്നത്. കണ്ടോ ഫെബ്രുവരിക്കകത്ത് എസ് കൊണ്ട് തുടങ്ങുന്നത് 2 ഫയൽസാണ് ഉള്ളത്. ആ രണ്ടും മാത്രം കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കോപ്പി സ്പേസ് എസ് കൊണ്ട് തുടങ്ങുന്നതെന്നുള്ളതിൻ്റെ എസ് സ്റ്റാർ സ്പേസ് എങ്ങോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് അതിൻ്റെ പാത്ത്. മാർച്ചിലോട്ടെന്നല്ലേ പറഞ്ഞേ, നോക്കുക മാർച്ച് ഡയറക്ടറി. അപ്പം മാർച്ച് ഡയറക്ടറിയുടെ ലൊക്കേഷൻ എടുത്താൽ മതി. കോപ്പി പേസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 2 ഫയൽസ് കോപ്പി. എസ് കൊണ്ട് തുടങ്ങുന്ന 2 ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഫെബ്രുവരിക്കകത്തുള്ള എസ് കൊണ്ടുള്ള 2 ഫയൽസ് തുടങ്ങുന്ന ഫയൽസ് രണ്ടും മാർച്ചിൽ കോപ്പി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഫയൽസ് ഇൻ മാർച്ച് ഡയറക്ടറി ഫ്രം ഫെബ്രുവരി ഡയറക്ടറി. ഫെബ്രുവരി ഡയറക്ടറിയിൽ നിന്നുകൊണ്ട് മാർച്ച് ഡയറക്ടറിയിലുള്ള ഫയൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലിസ്റ്റ് ചെയ്യാൻ എന്തുവാ ഡയറക്ടറി dir എന്നുള്ള കമാൻഡാണ്. അത് കൊടുക്കുക, മാർച്ച് ഡയറക്ടറിയുടെ പാത്തും കൊടുക്കുക. dir സ്പേസ് മാർച്ച് ഡയറക്ടറിയുടെ പാത്ത് ഇവിടെ ഉണ്ട്. അത് കോപ്പി Ctrl C വെച്ച് Ctrl C കോപ്പി ചെയ്യുക, Ctrl V വെച്ച് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റർ കൊടുത്താൽ കണ്ടോ ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത sample.txt sample1.txtയും ഇവിടെ വന്നിട്ടുണ്ട്. മാർച്ചിൻ്റെ അകത്തുള്ള ഫയൽസാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ച് ടു പാരന്റ് ഡയറക്ടറി. പാരന്റ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കിയാൽ കണ്ടോ ഈ മാർച്ചിൻ്റെ പാരന്റ് ഡയറക്ടറി ജാനുവരിയാണ്. ജാനുവരിയുടെ പാരന്റ് ഡയറക്ടറി നെയിമാണ്.
എന്ന് വെച്ചാൽ പാരന്റ് ഡയറക്ടറിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് CD 2 ഡോട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഫെബ്രുവരിയിൽ നിന്ന് ജാനുവരിയിലോട്ട് വന്നു. ഇനി വീണ്ടും CD 2 ഡോട്ട് കൊടുത്താൽ ജാനുവരിയിൽ നിന്ന് നെയിമിലോട്ട് പോകും. അതാണ് പാരന്റ് ഡയറക്ടറിയിലോട്ട് വരാൻ പറഞ്ഞ ലിസ്റ്റ് ദ ഫയൽസ് എന്ന് വെച്ചാൽ dir. ജാനുവരിയിലുള്ള ഫയൽസ് മൊത്തം ലിസ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ റിമൂവ് ദ സബ് ഡയറക്ടറി മാർച്ച്. സബ് ഡയറക്ടറി മാർച്ച് എന്ന് പറഞ്ഞാൽ സബ് ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സബ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഫോൾഡർ, മാർച്ച് എന്ന് പറഞ്ഞാൽ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ ജാനുവരിയിലാണ് നിൽക്കുന്നത്. ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ നമ്മളത് RMDIR അല്ലെങ്കിൽ RD എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം RMDIR എന്ന് കൊടുക്കുക. RMDIR സ്പേസ് മാർച്ച് എന്ന് കൊടുക്കുമ്പോൾ ഡയറക്ടറി നോട്ട് എംപ്റ്റി എന്ന് കാണിക്കും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വേറെ ഫയൽസ് ഉണ്ട്. ഫയൽസ് ആദ്യം ഡിലീറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യുകയല്ല, കോഡ് വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ CD മാർച്ച്, മാർച്ചിൻ്റെ അകത്ത് കയറുക. എന്നിട്ട് dir കൊടുത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാന്ന് നോക്കുക. എന്നിട്ട് ഡിലീറ്റ് DL സ്പേസ് sample.txt DL സ്പേസ് sample1.txt. എന്നിട്ട് dir കൊടുത്താൽ അതിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. കണ്ടോ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇനി നമ്മൾ CD അടിച്ച് അകത്ത് കയറിയ പോലെ CD 2 ഡോട്ട് അടിച്ച് പുറത്ത് വരിക. RD അല്ലെങ്കിൽ RMDIR, RD സ്പേസ് അല്ലെങ്കിൽ RMDIR സ്പേസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് MAR മാർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിക്കോളും. മാർച്ച് എന്ന് പറഞ്ഞ ഡയറക്ടറി പോയിട്ടുണ്ട്. കണ്ടോ, ജാനുവരിക്കകത്തായിരുന്നു മാർച്ച് ഉണ്ടായിരുന്നത്, അത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ടു റൂട്ട് ഡയറക്ടറി. റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ വീണ്ടും നേരത്തെ പോലെ തുടക്കത്തിലോട്ട് പോകാനാണ്. നേരത്തെ പോയത് CD സ്പേസ് ചരിഞ്ഞ് വരാം, എൻ്റർ കൊടുത്താൽ സിയിലോട്ട് വന്നു. പിന്നെ ലിസ്റ്റ് ദ ഫയൽസ് ഇൻ ഫെബ്രുവരി ഡയറക്ടറി ഫ്രം റൂട്ട് ഡയറക്ടറി. ഫെബ്രുവരി ഡയറക്ടറിയിലുള്ള ഫയൽ ലിസ്റ്റ് ചെയ്യാൻ dir സ്പേസ് ഫെബ്രുവരിയുടെ പാത്ത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുക, ഫെബ്രുവരിക്കകത്ത് പോവുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. കണ്ടോ, ഫെബ്രുവരിക്കകത്തുള്ള ഫയൽസ് എല്ലാം ഓക്കെ ആയി. റൂട്ട് ഡയറക്ടറിയിൽ നിന്നുകൊണ്ട് തന്നെ ഷോ ചെയ്യാൻ പറ്റി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ടു ഫെബ്രുവരി ഡയറക്ടറി. ഫെബ്രുവരി ഡയറക്ടറിയിലോട്ട് പോകാൻ CD സ്പേസ് ഫെബ്രുവരി ഡയറക്ടറിയുടെ പാത്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഫെബ്രുവരി ഡയറക്ടറിയിൽ വന്ന്. പിന്നെ ലിസ്റ്റ് ദ ഫയൽസ്. ലിസ്റ്റ് ദ ഫയൽസ് dir എൻ്റർ കൊടുക്കുക. വീണ്ടും ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ് ടു വിൻഡോസ്, എക്സിറ്റ് ഫ്രം കമാൻഡ് ഷെൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് അടിക്കാൻ exit. ആ കമാൻഡ് എക്സിറ്റ് എന്ന് തന്നെയാണ് കമാൻഡ്. എൻ്റർ കൊടുക്കുക. കണ്ടോ, കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ വ്യൂ ദ ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ക്രിയേറ്റഡ് ത്രൂ വിൻഡോസ് എക്സ്പ്ലോറർ. നമ്മൾ ഇത്രയും നേരം ചെയ്തത് തന്നെ. ഇപ്പോൾ പുതിയതായിട്ട് കമാൻഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഫോൾഡർ, ഈ ഫയൽസ്. ഇതെല്ലാം നമ്മളൊന്ന് വ്യൂ ചെയ്ത് നോക്കുക, ഓക്കെ ആണോ അല്ലയോ എന്ന്. അത്രേ ഉള്ളൂ. താങ്ക് യു.